क्या कर रहे हो प्रिंस भाई? ഓ വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, സോറി. ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് നമ്മുടെ ദീപാവലിയൊക്കെയാണ്. ദീപാവലിയുടെ ആഘോഷങ്ങൾ ഏകദേശം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇവിടെ. അപ്പം ഇവിടെ ദീപാവലി എനിക്ക് തോന്നുന്നു 20 തൊട്ട്. दिवाली कब है हमारा? दिवाली जैसे 18 से 18 से चालू होता है, लेकिन हमारे ये क्लोज कब से होगा? क्लोजिंग जैसे 18 को धनतेरस रहता है, तो 18 से लेके 22 तक क्लोज. ഒരു 18 തൊട്ട് 22 വരെയാണ് നമ്മുടെ ദീപാവലി വെക്കേഷൻ എന്ന് പറയുന്നത്. 18 തൊട്ട് 22, അതായത് ഈ ഒക്ടോബർ 18 മുതൽ 22 വരെ നമ്മുടെ ദീപാവലിയുടെ ഹോളിഡേയ്സ് ആയിരിക്കും. അപ്പോൾ ഒരു വരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും ഒരു 23 കഴിഞ്ഞ്, അല്ല 19, 19 और 20 को नहीं होगा क्या ऐसा है? जी बिल्कुल क्लोज. बिल्कुल क्लोज. 19 तो संडे आया, 19 तो संडे, 22 से रनिंग हो जाएगा. 20. അപ്പോൾ 22 മുതൽ നമ്മുടെ റണ്ണിങ് ആവും. 22 अगर बाई चांस कोई आने चाहते थे तो क्या करोगे? तो पहले से अगर मेरे को किसी ने बोला 19 तारीख को टिकट लेके, सॉरी हम 19 तारीख को उधर पहुंचेंगे, तो उसमें क्या कर सकते हैं? है नेमावली तो कस्टमर्स के लिए देखिए एवर रेडी रहता है, तो वैसे कुछ नहीं. अगर किसी ने पहले से प्लानिंग कर लिया है तो वो लिमिटेड आवर्स के लिए अपन उन कस्टमर्स को पर्टिकुलरली ഹാൻഡിൽ കറില്ലേ. മായങ്ക് ഭായ് പറഞ്ഞ കാര്യമാണ് ഇത്. ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ചു, 19 ഞങ്ങൾ വരുന്നുണ്ട്, 19 ഇവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ മായങ്ക് ഭായിയോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ വേറെ ഷോപ്പൊന്നും കാണത്തില്ല. മായങ്ക് ഭായിയോട് പറഞ്ഞിട്ട് വേറെ ഷോപ്പ് ആൾമോസ്റ്റ് സാരേ ഷോപ്പ് സബ് ബന്ദ് രഹത്തെ. അപ്പോൾ എല്ലാ ഷോപ്പും മിക്കാറുള്ളത് ക്ലോസ്ഡ് ആണ്. പക്ഷേ നമ്മുടെ ഷോപ്പ് നേമാവാരി വേണമെങ്കിൽ ഞാൻ തുറന്നു തരാം, കുഴപ്പമില്ല. തുറന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും, സാധനങ്ങൾ അയക്കാനും പറ്റും. VR में कुछ क्लोज है क्या ऐसे कोरियर सर्विस? 2 दिन के लिए ये सब. അപ്പോൾ 2 ദിവസത്തേക്കേ ഉള്ളൂ. ഈ VR-ലായാലും കൊറിയർ സർവീസ് ആയാലും എല്ലാം 2 ദിവസത്തേക്ക് ക്ലോസ് ഉള്ളൂ. 2-3 ദിവസം, മെയിനായിട്ടുള്ള 2-3 ദിവസത്തേക്കേ ഉള്ളൂ ക്ലോസ്. അപ്പം നിങ്ങൾ എന്നെ വിളിക്കുക. വരാൻ പ്ലാനിങ് ചെയ്തിട്ടുള്ളവർ, ഇങ്ങോട്ട് വരാൻ പ്ലാനിങ് ചെയ്തിട്ടുള്ളവർ എന്നെ വിളിക്കുക. നമുക്ക് മോസ്റ്റ്ലി 2-3 ദിവസം. कौन सा दिन बोला था आपने? 18, 19, 20, 21 और 22. 18, 19, 20, 21 और 22, അതായത് 18, 19, 20, 21, 22 ഈ 4 ദിവസങ്ങളിൽ, 18, 19, 20, 21, 22 ഈ 4 ദിവസങ്ങളിൽ ഷോപ്പ് ക്ലോസ്ഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ വരുന്നവരുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ ഷോപ്പ് തുറന്ന് നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ദീപാവലിയെ പറ്റി ഏകദേശം പറയാനുള്ളത്. ഓക്കെ, എന്നാലും ഒന്ന് കറങ്ങി നമുക്കൊന്ന് കാണാം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ദീപാവലിയുടെ കുറേ കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കുറേ സാരികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ടൈപ്പുള്ള നല്ല സൂപ്പർ സാരികൾ. നാൻസി കളക്ഷൻ എന്ന് പറഞ്ഞ സൂപ്പർ സാരിയാണ്. സൂപ്പർ ഹിറ്റ് സാരിയാണ്. അടിപൊളിയാണ്. ഏതാണ്ട് അടിപൊളി ഒരു സൂപ്പർ ഹിറ്റ് സാരിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടിപൊളി. ഇതിന്റെ താഴെ ബോർഡർ കണ്ടാൽ തന്നെ ഞാനും പേടിച്ചു പോയി കേട്ടോ. ചില്ലാര മാസം ബായ് കറക്കെ ചില്ലാര. ഞാനും പേടിച്ചു പോയി സംഭവം എന്താണെന്നുള്ളത്. അടിപൊളിയായിട്ടാണ് ഇപ്പം വന്നതാണ്. ദീപാവലിയുടെ കളക്ഷൻസിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ പല കളറുകളുണ്ട്. ഇനി മുമ്പോട്ട് പോയാൽ വേറെ സൂപ്പർ സാരികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊരു ജോർജറ്റിന്റെ സാരിയാണ്. ഒരു സാരിയാണിത്. ഓക്കെ, അടിപൊളി ഒരു സാരിയാണ്. ജോർജറ്റ് ആണ് ഈ മെറ്റീരിയൽ കോൺസ ജോർജറ്റിലൊരു മെറ്റീരിയൽ വന്നിട്ടുണ്ട്. അത് നല്ല അടിപൊളി ഒരു ഷെയ്ഡിലുള്ള. ഇത് യഥാർത്ഥത്തിൽ നേരത്തെ ഇങ്ങനെ ഒരു വന്നിട്ടുണ്ടായിരുന്നു. ഒരു സംഭവം ഇത് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ജോർജറ്റിൽ അടിപൊളി കട്ട് വർക്കുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഇത് അടിപൊളിയാണ്. കാണാൻ തന്നെ രസമാണ്. അടിപൊളിയായിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസ് പീസും കാര്യങ്ങളെല്ലാം ഒരു രക്ഷയില്ലാത്ത സിംഗിൾ പാറ്റേണിലാണ്. സിംഗിൾ അതുപോലെ വന്നിട്ടുണ്ട്. അതുപോലുള്ള കുറേ സാരികൾ ഇവിടെ വന്നിട്ടുണ്ട്. കുറേ സാരികൾ. ഒരു വിശേഷം പറഞ്ഞാൽ നമുക്കിപ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, കുത്താമ്പള്ളി സിൽസ് എന്നുള്ള സാരി ഇവിടെ ഉണ്ട്. കുത്താമ്പള്ളി സിൽസിൽ ഈ സാരികൾ എന്ന് പറയുമ്പോൾ വെറും 250 ഓൺലി. ഇന്നത്തെ നമ്മുടെ ഹാൻഡിങ്ങിലും അതായിരിക്കും. 250 ആണ് ഉള്ളത്. ഒരു രക്ഷയില്ലാത്ത സാരികളാണിത്. ഇങ്ങനെയുള്ള കുറേ സാരികളുണ്ട്. 250 മാത്രമേ ഉള്ളൂ. 1-2 സാരിക്ക് വേണ്ടിയിട്ട് ആരും കോൾ ചെയ്യരുത്. ഇത് റീറ്റെയിൽ അല്ല ഹോൾസെയിലാണ്. ഓക്കെ, ഹോൾസെയിലാണ്. അപ്പം 1-2 സാരിക്ക് വേണ്ടിയിട്ട് ആരും കോൾ ചെയ്യരുത്. എന്നെ കോൾ ചെയ്യണമെങ്കിൽ എങ്ങനെ ആയാലും ഒരു 10,000 രൂപ, 10,000 റുപ്പീസാണ് നമ്മുടെ മിനിമം പർച്ചേസ്. അതിന് വേണ്ടിയിട്ട് എന്നെ വിളിക്കുക. ഒരുപാട് സാരികൾ ഏതാണ്ട്
മൊഡാലിലെ ഒരു കാര്യം പറഞ്ഞാൽ മൊഡാലിൻ്റെ സൂപ്പർ ഹീറ്റർ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതൊരു മൊഡാൽ സിൽക്കാണ്. മൊഡാൽ സിൽക്കിൽ സൂപ്പർ ഹീറ്റർ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് ഇതിൻ്റെ തന്നെ 6 കളർ മൊഡാലിൻ്റെ ഒരു പുതിയ കളക്ഷൻസ് ആണിത്. മൊഡാലിൻ്റെ കളക്ഷൻ കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇതൊരു 6 കളക്ഷൻസ് മൊഡാലിൻ്റെ വന്നിട്ടുണ്ട്. मॉडल के एक और कलेक्शंस आया क्या संजय भाई? मॉडल का कौन सा कलेक्शंस नया आया? एक इधर का ही रखा था, मैंने देखा था. कुछ और आया नया कलेक्शंस कुछ? ये मॉडल क्या क्या, ये कौन सा मटेरियल है? जॉर्जेट. ये ഓക്കെ, ഇത് കണ്ട് ജോർജറ്റിലൊരു മെറ്റീരിയൽ വന്നിട്ടുണ്ട്. നല്ല ഇതെല്ലാം നാട്ടിലോട്ട് പോകാൻ പാഴ്സലാണ്. പാഴ്സൽ ടു പാഴ്സൽ കേരള, തമിഴ്നാട്, തെലുങ്കാന എന്ന് വേണ്ട. ഇത് കണ്ട് ഇത് നല്ല സൂപ്പർ സാരി വന്നിട്ടുണ്ട്. അടിപൊളി ഒരു സാരിയാണ്. ഇതിൻ്റെ രണ്ട് കട്ട് വർക്കാണ്. ഇതിനാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളത്. ഇങ്ങനെയുള്ള കട്ട് വർക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ സാരികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇഷ്ടംപോലെ സാരികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ പല പല കളറുകളുണ്ട്. ഇതാണ്ടേ ഇതിൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ടൊരു സാരിയാണ് ഈ സാരി. ഭയങ്കര ഫേമസ് ആണ്. വിത്ത് ബ്ലൗസ് ആണ് ഈ സാരി വന്നിട്ടുള്ളത്. ഒരുപാട് ഫേമസ് ആണ്. ഇപ്പം നാട്ടിലോട്ടൊക്കെ പോകുന്ന ഒരുപാട് നല്ല സാരികളിൽ ഒരു സാരിയാണ് ഇത്. ഓക്കെ, ഇഷ്ടംപോലെ ആൾക്കാർ മേടിക്കുന്നുണ്ട് ഈ സാരി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാരികളുടെ വെറൈറ്റിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതെല്ലാം സെറ്റ് വൈസ് ആണ് കൂടുതൽ കാണാൻ കണ്ടിട്ട്. ഇതെല്ലാം സാരികളിലെ ഭയങ്കരമായിട്ട് ഇവിടെ സാരി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത സാരികളാണ്. മകേശ്വരി വേണോ, അത് വേണോ, ഇത് വേണോ എന്നും വേണ്ട. ഇനി ലിനൻ കോട്ടണിൽ ഭയങ്കര ഫേമസ് ആയിട്ടിരിക്കുക ലിനൻ കോട്ടണിലെ ഈ ഒരു സാരി എന്ന് പറയുന്നത് സൺഫ്ലവറിൻ്റെ ഭയങ്കര ഫേമസ് ആയിട്ടൊരു സാരിയാണിത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻഫർമേഷൻ പറഞ്ഞതോടൊപ്പം തന്നെ നമ്മൾ ഈ സാരി ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഓക്കെ, അപ്പം ലിച്ചി സിൽക്കിൻ്റെ ഇങ്ങനെയുള്ള പല സാരികളെ കാര്യങ്ങളെ ഒക്കെ കാണെങ്കിൽ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ട് ദീപാവലിയുടെ വെക്കേഷൻ നമുക്ക് 18, 19, 20, 21 4 ദിവസം 18, 19, 20, 21 ഈ 4 ദിവസം ഇവിടെ ഫുൾ അടവായിരിക്കും. 22-ാം തീയതി തൊട്ടായിരിക്കും ഏകദേശം ഒരു റണ്ണിങ് ഔട്ട് വരുന്നത്. നമ്മുടെ നാട്ടിലെ ഓണം പോലെ തന്നെ 1-ാം ഓണം, 2-ാം ഓണം, 3-ാം ഓണം, 4-ാം ഓണം, 5-ാം ഓണത്തിൻ്റെ അന്നായിരിക്കും നമ്മുടെ ഷോപ്പൊക്കെ തുടങ്ങുന്നത്. അതായത് 5-ാം ഓണം എന്ന് പറഞ്ഞാൽ ലാപ്പാഞ്ചത്തിൻ്റെ അന്നായിരിക്കും ഇവിടെ ഷോപ്പെല്ലാം ഓപ്പൺ ആവുന്നത്. അപ്പോൾ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നവർ എന്നെ വിളിക്കുക, മുൻകൂട്ടി എന്നോട് ചോദിച്ചിട്ട് വരിക. അതായിരിക്കും ഏറ്റവും നല്ലത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.